ഹായ് ഫ്രണ്ട്സ്, ഇന്ന് വളരെ സിമ്പിളായി ഉണ്ടാക്കാൻ പറ്റുന്ന റവ ലഡു റെസിപ്പി കണ്ടു നോക്കാം. ടേസ്റ്റിയായ ഈ ലഡു ഈസിയായി എങ്ങനെ ഉണ്ടാക്കാം കണ്ടു നോക്കാം. ഇതിനു വേണ്ടി വലിയൊരു ക്യാരറ്റ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് ഇത് അരച്ചെടുക്കാം. അരച്ചെടുത്ത ഈ മിക്സ് സ്പൂൺ കൊണ്ട് ഇതുപോലെ പ്രസ് ചെയ്ത് ഇതിൻ്റെ ജ്യൂസ് മാത്രം മാറ്റിയെടുക്കാം. ഈ ജ്യൂസ് വേറൊരു പാത്രത്തിലേക്കാക്കി മാറ്റി വെക്കാം. ഇനി ഒരു ബീട്രൂട്ടിൻ്റെ പകുതി ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതും 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാം. അരച്ചെടുത്തതിന് ശേഷം ഇതും ഇതുപോലെ തന്നെ സ്ക്യൂസ് ചെയ്ത് ഇതിൻ്റെ ജ്യൂസ് മാറ്റി വെക്കാം. ഇതിപ്പം 1/4 കപ്പ് ജ്യൂസ് ഉണ്ട്. വേറൊരു പാത്രത്തിലേക്കാക്കി ഇത് മാറ്റി വെക്കുന്നുണ്ട്. ഇനി 3/4 കപ്പ് പഞ്ചസാര, 5-6 ഏലക്കായുടെ കുരുവും കൂടി ചേർത്ത് പൊടിച്ച് മാറ്റി വെക്കാം. ഇനി ഒരു പാന് ചൂടാക്കി 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് അതിലേക്ക് 1 കപ്പ് റവയും കൂടി ഇട്ട് നന്നായി വറുത്തെടുക്കണം. ഇത് സാധാരണ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന റവയാണ്. ഫ്ലെയിം മീഡിയത്തിലാക്കി വേണം റവ വറുത്തെടുക്കാൻ, കരിഞ്ഞു പോകാനൊന്നും പാടില്ല. റവ നന്നായി മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങയും കൂടി ഇട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. പച്ച തേങ്ങയാണ് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ വെള്ളമയം മാറുന്നത് വരെ വഴറ്റിയെടുക്കണം. ഇതിപ്പം റവയും തേങ്ങയും എല്ലാം കൂടി നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് 2 പോർഷനാക്കി മാറ്റി വെക്കാം. ഞാനിപ്പം 2 തരത്തിലുള്ള ലഡുവാണ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി ഇതിങ്ങനെ പാതി മാറ്റി വെക്കുന്നുണ്ട്. പകുതി ഭാഗം മാറ്റി വെച്ച് ബാക്കിയുള്ളതിലേക്ക് ക്യാരറ്റ് ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ക്യാരറ്റ് ജ്യൂസ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് റവക്ക് നല്ല ചൂടുണ്ടായിരിക്കണം. ഇനി ഈ റവയും ക്യാരറ്റ് ജ്യൂസും കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കാം. ക്യാരറ്റ് ജ്യൂസ് മൊത്തം വറ്റി നല്ല ഡ്രൈ ആയിട്ടുണ്ടാകണം റവ. ഇതേപോലെ ജ്യൂസ് മൊത്തം വറ്റി ഇതുപോലെ നല്ല കളറായി റവ ഉതിരുതിരായി വന്നിരിക്കണം. ഇതേപോലെ എല്ലാം നല്ല ഫ്രൈ ആയതിനു ശേഷം ഇതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. നേരത്തെ പൊടിച്ച് മാറ്റി വെച്ച പഞ്ചസാരേൻ്റെ പകുതി ഭാഗം ഇട്ട് കൊടുക്കുന്നുണ്ട്. പഞ്ചസാരയും കൂടി ഇട്ടതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കാം. റവക്ക് നല്ല ചൂടുള്ളത് കൊണ്ട് തന്നെ പഞ്ചസാര പെട്ടെന്ന് റവയിലേക്ക് അലിഞ്ഞു ചേരും. ഇതേപോലെ പഞ്ചസാരയും റവയും നന്നായി മിക്സായി വന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതേപോലെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ചൂടോടെ തന്നെ ഇത് ചെറിയ ബോൾസ് ആക്കി മാറ്റാം. നമുക്കിത് എത്ര വലുപ്പത്തിലാണോ വേണ്ടത് അതുപോലെ ഇത് ഉരുട്ടിയെടുക്കാം. കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നതാണെങ്കിൽ ഇത് കുറച്ച് ചെറിയ ബോൾസ് ആക്കി ഉരുട്ടിയെടുക്കുന്നതായിരിക്കും നല്ലത്. ഇതേപോലെ എല്ലാം ഉരുട്ടിയെടുത്തിട്ടുണ്ട്. മാറ്റി വെച്ച ബാക്കി റവയും കൂടി ഈ പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. റവ നന്നായി ഒന്ന് ചൂടായതിനു ശേഷം ഇതിലേക്ക് ബീട്രൂട്ട് ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഇതും 1/4 കപ്പ് ജ്യൂസ് ഉണ്ട്. 1/2 കപ്പ് റവക്ക് 1/4 കപ്പ് ജ്യൂസ് കറക്റ്റായിരിക്കും. ഇനി ഈ റവയും ജ്യൂസും കൂടി മിക്സായി വരുന്നത് വരെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. വെള്ളമയം മാറി റവ നന്നായി ഉതിരുതിരായി വന്നിരിക്കണം. റവ ഇതുപോലെ ഉതിരുതിരാകുന്നത് വരെ വറുത്തെടുത്ത് കഴിഞ്ഞാൽ ലഡു കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതിലേക്ക് മാറ്റിവെച്ച പകുതി പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി പഞ്ചസാരയും റവയും നന്നായി മിക്സായി വരണം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ റവക്ക് നല്ല ചൂടുള്ളത് കൊണ്ട് പഞ്ചസാര റവയിലേക്ക് പെട്ടെന്ന് അലിഞ്ഞു ചേരും. ഇതിൻ്റെ വെള്ളമയം മാറിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള വലുപ്പത്തിൽ ഉരുട്ടിയെടുക്കാം. ഇതേപോലെ എല്ലാ ലഡുവും ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ ഇഷ്ടാനുസരണം ഏതെങ്കിലും നട്ട്സൊക്കെ ക്രഷ് ചെയ്തിടാം. ഞാനിപ്പം അതുപോലെ ഒന്നും ചെയ്തില്ല. വളരെ സിമ്പിളായി ഉണ്ടാക്കിയെടുത്ത ഈസി ലഡു റെസിപ്പിയാണിത്. കാണാൻ നല്ല ഭംഗിയുള്ള ഈ റവ ലഡു കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാവും. ഓക്കെ ഫ്രണ്ട്സ്, ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.